Hi friends, welcome to the audio class sessions of Kerala PSC Online Guruji YouTube channel. This is Rohit, and in our today's Indian history class, we are continuing from our previous class. നമ്മുടെ കഴിഞ്ഞ ക്ലാസ് വരെ നമ്മൾ പറഞ്ഞു നിർത്തിയിരുന്നത് 1950 കാലഘട്ടത്തിൽ നടന്ന പ്രധാനപ്പെട്ട സംഭവങ്ങളാണ്. ഇന്നത്തെ ക്ലാസ് കഴിഞ്ഞ ക്ലാസിന്റെ തുടർച്ചയാണ്. Today we are going to firstly discuss with civil disobedience movement. Civil disobedience movement in 1930. സിവിൽ ഡിസോബീഡിയൻസ് മൂവ്മെന്റ് അല്ലെങ്കിൽ സിവിൽ നിയമലംഘന പ്രസ്ഥാനം 1930. സിവിൽ ഡിസോബീഡിയൻസ് മൂവ്മെന്റ് വർഷം 1930. Civil disobedience movement was a second mass-based political movement led by Gandhiji. പൊതുജന പങ്കാളിത്തത്തോടുകൂടി ഗാന്ധിജി നയിച്ച ഇന്ത്യയിലെ രണ്ടാമത്തെ സത്യാഗ്രഹമാണ് സിവിൽ ഡിസോബീഡിയൻസ് മൂവ്മെന്റ്. ആദ്യത്തേത് നോൺ കോപ്പറേഷൻ മൂവ്മെന്റ് ആയിരുന്നു. പൊതുജന പങ്കാളിത്തത്തോടുകൂടി ഗാന്ധിയുടെ നേതൃത്വത്തിൽ നടന്ന ഇന്ത്യയിലെ രണ്ടാമത്തെ പ്രക്ഷോഭമാണ് സിവിൽ ഡിസോബീഡിയൻസ് മൂവ്മെന്റ് വർഷം 1930. The 1929 INC Lahore session decided to launch the civil disobedience movement. സിവിൽ ഡിസോബീഡിയൻസ് മൂവ്മെന്റ് ആരംഭിക്കാൻ തീരുമാനിച്ച INCയുടെ സെഷനാണ് 1929 ലാഹോർ സെഷൻ. സിവിൽ ഡിസോബീഡിയൻസ് മൂവ്മെന്റ് ആരംഭിക്കാൻ അല്ലെങ്കിൽ ലോഞ്ച് ചെയ്യാൻ വേണ്ടിയിട്ട് തീരുമാനിച്ച INCയുടെ സെഷനാണ് 1929 ലാഹോർ സെഷൻ. ഗാന്ധിജി inaugurated the civil disobedience movement by conducting the Dandi March. സിവിൽ ഡിസോബീഡിയൻസ് മൂവ്മെന്റിന് തുടക്കം കുറിച്ചത് ഗാന്ധിജിയുടെ ദണ്ഡി യാത്രയോടുകൂടിയാണ്. ദണ്ഡി മാർച്ചോടുകൂടിയാണ് സിവിൽ ഡിസോബീഡിയൻസ് മൂവ്മെന്റ് ആരംഭിക്കുന്നത്. ഗാന്ധിജി ഇൻഫോം ദ വൈസ്രോയ് ലോർഡ് ഇർവിൻ അബൌട്ട് ദ സിവിൽ ഡിസോബീഡിയൻസ് മൂവ്മെന്റ് ഓൺ 2 മാർച്ച് 1930. 1930 മാർച്ച് 2 ഗാന്ധിജി സിവിൽ ഡിസോബീഡിയൻസ് മൂവ്മെന്റിനെ പറ്റി അന്നത്തെ വൈസ്രോയി ആയിരുന്ന ലോർഡ് ഇർവിനെ അറിയിക്കുന്നു. 1930 മാർച്ച് 2 ഗാന്ധിജി അന്നത്തെ വൈസ്രോയി ആയിരുന്ന ലോർഡ് ഇർവിനെ സിവിൽ ഡിസോബീഡിയൻസ് മൂവ്മെന്റ് അല്ലെങ്കിൽ സിവിൽ നിയമ ലംഘന പ്രസ്ഥാനത്തെ പറ്റിയുള്ള വിവരം അറിയിക്കുന്നു. The Dandi March was conducted by Gandhiji along with 78 other സത്യാഗ്രഹീസ്. ദണ്ഡി യാത്രയിൽ പങ്കെടുത്തത് ഗാന്ധിജിയും 78 സത്യാഗ്രഹികളുമാണ്. ദണ്ഡി മാർച്ചിൽ പങ്കെടുത്തത് ഗാന്ധിജിയും 78 സത്യാഗ്രഹികളുമാണ്. ദണ്ഡി മാർച്ച് സെറ്റ് ഔട്ട് ഓൺ ഫുട്ട് ഫ്രം സബർമതി ആശ്രം ടു എ കോസ്റ്റൽ വില്ലേജ് ഓഫ് ദണ്ഡി ഇൻ നവസാരി. The total distance of the Dandi March were 385 km or 240 miles. ദണ്ഡി യാത്ര കാൽനടയായി പോയത് സബർമതി ആശ്രമം മുതൽ ഗുജറാത്തിലെ നവസാരിയിലെ ഒരു തീരദേശ ഗ്രാമമായ ദണ്ഡി വരെയാണ്. ദണ്ഡി യാത്ര സബർമതി ആശ്രമം മുതൽ ഗുജറാത്തിലെ നവസാരിയിലെ ഒരു തീരദേശ ഗ്രാമമായ ദണ്ഡി വരെയാണ്. ദണ്ഡി യാത്രയുടെ ദൂരമാണ് 385 കിലോമീറ്റർ അല്ലെങ്കിൽ 240 മൈൽ. ദണ്ഡി യാത്രയുടെ ദൂരമാണ് 385 കിലോമീറ്റർ അല്ലെങ്കിൽ 240 മൈൽ. ദണ്ഡി മാർച്ച് സ്റ്റാർട്ടഡ് ഓൺ 12th March 1930 and it arrived on 5th April 1930. ദണ്ഡി മാർച്ച് ആരംഭിക്കുന്നത് 1930 മാർച്ച് 12. ദണ്ഡി മാർച്ച് ലക്ഷ്യസ്ഥാനത്ത് എത്തിച്ചേരുന്നത് 1930 ഏപ്രിൽ 5. ദണ്ഡി മാർച്ച് ആരംഭിക്കുന്നത് 1930 മാർച്ച് 12. ദണ്ഡി മാർച്ച് അവസാനിക്കുന്നത് 1930 ഏപ്രിൽ 5. The Malayali Satyagrahis included in the Dandi March were C. Krishnan Nair, Titus, Raghav Poduwal, Shankarji, Tapan Nair.
ദണ്ഡിയാത്രയിൽ പങ്കെടുത്ത മലയാളികളാണ് സി കൃഷ്ണൻ നായർ, ടൈറ്റസ്, രാഘവ് പൊതുവാൾ, ശങ്കർജി, തപൻ നായർ. ദണ്ഡിയാത്രയിൽ ഗാന്ധിജി അനുഗമിച്ച മലയാളികളാണ് സി കൃഷ്ണൻ നായർ, ടൈറ്റസ്, രാഘവ് പൊതുവാൾ, ശങ്കർജി, തപൻ നായർ. The song sung by the Satyagrahis during the march was രഘുപതി രാഘവ രാജാറാം. ദണ്ഡി മാർച്ചിൽ സത്യാഗ്രഹികൾ ആലപിച്ച ഗാനമാണ് രഘുപതി രാഘവ രാജാറാം. ദണ്ഡി മാർച്ചിൽ സത്യാഗ്രഹികൾ ആലപിച്ച ഗാനമാണ് രഘുപതി രാഘവ രാജാറാം. രഘുപതി രാഘവ രാജാറാം was composed by വിഷ്ണു ദിഗംബർ പുലിസ്തർ. രഘുപതി രാഘവ രാജാറാം കമ്പോസ് ചെയ്ത വ്യക്തിയാണ് വിഷ്ണു ദിഗംബർ പുലിസ്തർ. രഘുപതി രാഘവ രാജാറാം കമ്പോസ് ചെയ്ത വ്യക്തിയാണ് വിഷ്ണു ദിഗംബർ പുലിസ്തർ. ഗാന്ധിജി ബ്രോക്ക് ദ സാൾട്ട് ലോ ഓൺ 6th April 1930. ഗാന്ധിജി ഉപ്പ് കുറുക്കി നിയമലംഘനം നടത്തിയ ദിവസമാണ് 1930 ഏപ്രിൽ 6. ഗാന്ധിജി ഉപ്പ് കുറുക്കി നിയമലംഘനം നടത്തിയ ദിവസമാണ് 1930 ഏപ്രിൽ 6. The tax and the law relating to the salt was imposed by British in the year 1882. ഉപ്പ് സത്യാഗ്രഹം അല്ലെങ്കിൽ സിവിൽ ഡിസോബീഡിയൻസ് മൂവ്മെന്റ് അല്ലെങ്കിൽ ദണ്ഡി മാർച്ചുമായി ബന്ധപ്പെട്ട ഉപ്പ് നികുതി അല്ലെങ്കിൽ ഉപ്പ് നിയമം ബ്രിട്ടീഷുകാർ ഇന്ത്യയിൽ ചുമത്തിയ വർഷം 1882. സാൾട്ട് ടാക്സ് അല്ലെങ്കിൽ സാൾട്ട് ലോ ബ്രിട്ടീഷുകാർ ഇന്ത്യയിൽ പാസാക്കിയ വർഷം 1882. The first person who is arrested in the salt satyagraha was സർദാർ വല്ലഭായ് പട്ടേൽ. ഉപ്പു സത്യാഗ്രഹവുമായി ബന്ധപ്പെട്ട് ആദ്യമായിട്ട് അറസ്റ്റ് ചെയ്യപ്പെട്ട വ്യക്തിയാണ് സർദാർ വല്ലഭായ് പട്ടേൽ. ഉപ്പു സത്യാഗ്രഹവുമായി ബന്ധപ്പെട്ട് ആദ്യമായിട്ട് അറസ്റ്റിലായ വ്യക്തിയാണ് സർദാർ വല്ലഭായ് പട്ടേൽ. ഗാന്ധിജി വാസ് അറസ്റ്റഡ് ഓൺ 4th May 1930 ആൻഡ് പ്രസന്റ് ഇൻ ഏർവാഡ ജയിൽ. ഉപ്പു സത്യാഗ്രഹവുമായി ബന്ധപ്പെട്ട് ഗാന്ധിജി അറസ്റ്റിലായ ദിവസമാണ് 1930 May 4. അദ്ദേഹത്തെ തടവിലാക്കിയത് ഏർവാഡ ജയിലില്. ഉപ്പു സത്യാഗ്രഹവുമായി ബന്ധപ്പെട്ട് ഗാന്ധിജി അറസ്റ്റിലായത് 1930 May 4. അദ്ദേഹത്തിനെ തടവിലാക്കിയത് ഏർവാഡ ജയിലില്. ആഫ്റ്റർ ദ അറസ്റ്റ് ഓഫ് ഗാന്ധിജി, അബ്ബാസ് തിയാബ്ജി ലെഡ് ദ മാർച്ച്. ഗാന്ധിജിയുടെ അറസ്റ്റിന് ശേഷം സത്യാഗ്രഹം നയിച്ച വ്യക്തിയാണ് അബ്ബാസ് തിയാബ്ജി. ഗാന്ധിജിയുടെ അറസ്റ്റിന് ശേഷം സത്യാഗ്രഹം നയിച്ച വ്യക്തിയാണ് അബ്ബാസ് തിയാബ്ജി. The Darshana Satyagraha related to Dandi March was led by Sarojini Naidu on 21st May 1930. ഉപ്പു സത്യാഗ്രഹവുമായി ബന്ധപ്പെട്ട് ദർശന സത്യാഗ്രഹം നയിച്ച വ്യക്തിയാണ് സരോജിനി നായിഡു. വർഷം 1930 May 21. ഉപ്പു സത്യാഗ്രഹവുമായി ബന്ധപ്പെട്ട ദർശന സത്യാഗ്രഹത്തിന് നേതൃത്വം കൊടുത്ത വ്യക്തിയാണ് സരോജിനി നായിഡു. തീയതി 1930 May 21. ദണ്ഡി മാർച്ച് വാസ് ഓൾസോ നോൺ ആസ് ദ വൈറ്റ് ഫ്ലോയിങ് റിവർ. വൈറ്റ് ഫ്ലോയിങ് റിവർ എന്നറിയപ്പെട്ടിരുന്നത് മാർച്ചും ദണ്ഡി മാർച്ചാണ്. ഉപ്പു സത്യാഗ്രഹവുമായി ബന്ധപ്പെട്ട ദണ്ഡി മാർച്ചിന്റെ മറ്റൊരു പേരാണ് വൈറ്റ് ഫ്ലോയിങ് റിവർ. The civil disobedience movement was temporarily suspended by Gandhiji in 1931 due to the Gandhi-Irwin Pact in 1931. 1931 ഗാന്ധി ഇർവിൻ ഉടമ്പടിയെ തുടർന്ന് ഗാന്ധിജി സിവിൽ ഡിസോബീഡിയൻസ് മൂവ്മെന്റ് താൽക്കാലികമായിട്ട് നിർത്തലാക്കി. 1931 ഗാന്ധി ഇർവിൻ ഉടമ്പടി പ്രകാരം ഗാന്ധിജി സിവിൽ ഡിസോബീഡിയൻസ് മൂവ്മെന്റ് താൽക്കാലികമായി നിർത്തലാക്കിയ വർഷം 1931. The civil disobedience movement ended by the Indian National Congress in 1934. സിവിൽ ഡിസോബീഡിയൻസ് മൂവ്മെന്റ് INC അവസാനിപ്പിച്ച വർഷമാണ് 1934.
സിവിൽ ഡിസോബീഡിയൻസ് മൂവ്മെന്റ് ഗാന്ധിജി അവസാനിപ്പിച്ച വർഷമാണ് 1934. ഇൻ കേരള, കെ കേളപ്പൻ ലെഡ് എ സാൾട്ട് സത്യാഗ്രഹ മാർച്ച് ഫ്രം കാലിക്കറ്റ് ടു പയ്യന്നൂർ. ടി.ആർ. കൃഷ്ണസ്വാമി അയ്യർ ലെഡ് ദ സാൾട്ട് സത്യാഗ്രഹ മാർച്ച് ഫ്രം ശബരി ആശ്രം പാലക്കാട് ടു പയ്യന്നൂർ. ആൻഡ് മുഹമ്മദ് അബ്ദുൾ റഹ്മാൻ ലെഡ് ദ സാൾട്ട് സത്യാഗ്രഹ ഇൻ ബേപ്പൂർ. കേരളത്തില് കോഴിക്കോട് നിന്ന് പയ്യന്നൂർ വരെ ഉപ്പു സത്യാഗ്രഹവുമായി ബന്ധപ്പെട്ട് ജാഥ നയിച്ച വ്യക്തിയാണ് കെ കേളപ്പൻ. പയ്യന്നൂരിൽ ഉപ്പു സത്യാഗ്രഹത്തിന് നേതൃത്വം കൊടുത്ത വ്യക്തിയാണ് കെ കേളപ്പൻ. കെ കേളപ്പന്റെ അറസ്റ്റിന് ശേഷം പയ്യന്നൂരിൽ ഉപ്പു സത്യാഗ്രഹത്തിന് നേതൃത്വം കൊടുത്ത വ്യക്തിയാണ് മൊയ്യാരത്ത് ശങ്കരൻ. പയ്യന്നൂരിൽ കെ കേളപ്പന്റെ അറസ്റ്റിന് ശേഷം ഉപ്പു സത്യാഗ്രഹത്തിന് നേതൃത്വം കൊടുത്ത വ്യക്തിയാണ് മൊയ്യാരത്ത് ശങ്കരൻ. അതുകൂടാതെ പാലക്കാട് ശബരി ആശ്രമത്തിൽ നിന്ന് പയ്യന്നൂരിലേക്ക് ഉപ്പു സത്യാഗ്രഹ ജാഥ നയിച്ച വ്യക്തിയാണ് ടി.ആർ. കൃഷ്ണസ്വാമി അയ്യർ. പാലക്കാട് ശബരി ആശ്രമത്തിൽ നിന്ന് പയ്യന്നൂരിലേക്ക് ഉപ്പു സത്യാഗ്രഹ ജാഥ നയിച്ച വ്യക്തിയാണ് ടി.ആർ. കൃഷ്ണസ്വാമി അയ്യർ. ബേപ്പൂരിൽ ഉപ്പു സത്യാഗ്രഹത്തിന് നേതൃത്വം നയിച്ച വ്യക്തിയാണ് മുഹമ്മദ് അബ്ദുൾ റഹ്മാൻ. ബേപ്പൂരിൽ ഉപ്പു സത്യാഗ്രഹത്തിന് നേതൃത്വം കൊടുത്ത വ്യക്തിയാണ് മുഹമ്മദ് അബ്ദുൾ റഹ്മാൻ. ഇൻ തമിഴ്നാട്, ഫ്രം തിരുച്ചിറപ്പള്ളി ടു വേദാരണ്യം, ദ സത്യാഗ്രഹ വാസ് ലെഡ് ബൈ സി രാജഗോപാലാചാരി. തമിഴ്നാട്ടിലെ തിരുച്ചിറപ്പള്ളിയിൽ നിന്ന് വേദാരണ്യം വരെ ഉപ്പു സത്യാഗ്രഹത്തിന് നേതൃത്വം കൊടുത്ത വ്യക്തിയാണ് സി രാജഗോപാലാചാരി. തമിഴ്നാട്ടിലെ തിരുച്ചിറപ്പള്ളിയിൽ നിന്ന് വേദാരണ്യം വരെയുള്ള ഉപ്പു സത്യാഗ്രഹത്തിന് നേതൃത്വം കൊടുത്ത വ്യക്തിയാണ് സി രാജഗോപാലാചാരി. രുക്മിണി ലക്ഷ്മിപതി വാസ് ദ ഫസ്റ്റ് വുമൺ ഹു വാസ് അറസ്റ്റഡ് ഇൻ ദ സാൾട്ട് സത്യാഗ്രഹ ഫ്രം വേദാരണ്യം. വേദാരണത്തിൽ നിന്ന് അറസ്റ്റിലായ രുക്മിണി ലക്ഷ്മിപതിയാണ് ഉപ്പു സത്യാഗ്രഹവുമായി ബന്ധപ്പെട്ട് അറസ്റ്റ് ചെയ്യപ്പെട്ട ആദ്യത്തെ വനിത. വേദാരണ്യത്തിൽ നിന്നും അറസ്റ്റ് ചെയ്യപ്പെട്ട രുക്മിണി ലക്ഷ്മിപതിയാണ് ഉപ്പു സത്യാഗ്രഹവുമായി ബന്ധപ്പെട്ട് ആദ്യമായി അറസ്റ്റ് ചെയ്യപ്പെട്ട വനിത. In north western provinces, the Satyagraha was led by Khan Abdul Ghaffar Khan. ഇന്ത്യയുടെ വടക്ക് പടിഞ്ഞാറൻ അതിർത്തി പ്രവിശ്യകളിൽ നിയമലംഘന സമരത്തിന് നേതൃത്വം നൽകിയ വ്യക്തിയാണ് ഖാൻ അബ്ദുൾ ഗാഫർ ഖാൻ. ഇന്ത്യയുടെ വടക്ക് പടിഞ്ഞാറൻ അതിർത്തികൾ അല്ലെങ്കിൽ നോർത്ത് വെസ്റ്റേൺ പ്രൊവിൻസസിൽ ഉപ്പു സത്യാഗ്രഹത്തിന് അല്ലെങ്കിൽ സിവിൽ ഡിസോബീഡിയൻസ് മൂവ്മെന്റിന് നേതൃത്വം കൊടുത്ത വ്യക്തിയാണ് ഖാൻ അബ്ദുൾ ഗാഫർ ഖാൻ. ഇൻ ഈസ്റ്റേൺ പ്രൊവിൻസസ്, the Salt Satyagraha or the Civil Disobedience Movement was led by റാണി ഗേഡിൻലിയു. ഇന്ത്യയുടെ കിഴക്കൻ സംസ്ഥാനങ്ങളിൽ അല്ലെങ്കിൽ കിഴക്കൻ അതിർത്തി പ്രദേശങ്ങളിൽ സിവിൽ നിയമലംഘന പ്രസ്ഥാനം അല്ലെങ്കിൽ ഉപ്പു സത്യാഗ്രഹത്തിന് നേതൃത്വം കൊടുത്ത വ്യക്തിയാണ് റാണി ഗേഡിൻലിയു. ഇന്ത്യയുടെ കിഴക്കൻ സംസ്ഥാനങ്ങളിൽ സിവിൽ നിയമലംഘന പ്രസ്ഥാനത്തിന് നേതൃത്വം കൊടുത്ത വ്യക്തിയാണ് റാണി ഗേഡിൻലിയു. ഇൻ ഒറീസ, the Satyagraha was led by ഗോപബന്ധു ചൌധരി. ഒറീസയില് സത്യാഗ്രഹത്തിന് നേതൃത്വം കൊടുത്ത വ്യക്തിയാണ് ഗോപബന്ധു ചൌധരി. The song used by the Satyagrahis of Kerala March was Veriga Veriga Savajare, written by അംശി നാരായണപിള്ള. കേരളത്തിലെ ഉപ്പു സത്യാഗ്രഹത്തിന് സത്യാഗ്രഹികൾ ആലപിച്ച ഗാനമാണ് വെരിക വെരിക സഹചരെ. അത് എഴുതിയ വ്യക്തി അംശി നാരായണപിള്ള. കേരളത്തിലെ ഉപ്പു സത്യാഗ്രഹത്തിന് സത്യാഗ്രഹികൾ ആലപിച്ച ഗാനമാണ് വെരിക വെരിക സഹചരെ. അത് എഴുതിയത് അംശി നാരായണപിള്ള. ഗാന്ധി said before going to Dandi March was, either I shall return with what I want or my dead body will float in the ocean. ദണ്ഡി മാർച്ചിന് പുറപ്പെടും മുമ്പ് ഗാന്ധിജി പറഞ്ഞ വാക്കുകളാണ്, ഒന്നുകിൽ ലക്ഷ്യം നേടി ഞാൻ മടങ്ങി വരും, പരാജയപ്പെട്ടാൽ എന്റെ ജഡം സമുദ്രത്തിന് സംഭാവനയായി നൽകും. ദണ്ഡി മാർച്ചിന് പുറപ്പെടും മുമ്പ് ഗാന്ധിജി പറഞ്ഞ വാക്കുകളാണ്, ഒന്നുകിൽ ലക്ഷ്യം നേടി ഞാൻ മടങ്ങി വരും, അല്ലെങ്കിൽ പരാജയപ്പെട്ടാൽ എന്റെ ജഡം സമുദ്രത്തിന് സംഭാവന നൽകും. ജവഹർലാൽ നെഹ്റു mentioned that salt suddenly became a mysterious word, a word of power.
ഉപ്പ് സത്യാഗ്രഹത്തെക്കുറിച്ച് ജവഹർലാൽ നെഹ്റു പറഞ്ഞത്, ഉപ്പ് എന്ന് പറയുന്ന പദം വളരെ പെട്ടെന്ന് തന്നെ നിഗൂഢമായി മാറി ശക്തിക്ക് അർത്ഥം പകരുന്ന വാക്ക്. ഉപ്പ് ഒരു നിഗൂഢമായ പദമായി മാറി ശക്തിക്ക് അർത്ഥം പകരുന്ന വാക്ക് എന്ന് പറഞ്ഞത് ജവഹർലാൽ നെഹ്റു. സാൾട്ട് സഡൻലി ബിക്കെയിം എ മിസ്റ്റീരിയസ് വേർഡ്, എ വേർഡ് ഓഫ് പവർ എന്ന് പറഞ്ഞത് ജവഹർലാൽ നെഹ്റു. The English newspapers describe the Dandi March as the kindergarten stage of revolution. വിപ്ലവങ്ങളുടെ ശൈശവ ദിശ എന്ന് ദണ്ഡി മാർച്ചിനെ വിശേഷിപ്പിച്ചത് ബ്രിട്ടീഷ് മാധ്യമങ്ങളാണ്. കിൻഡർഗാർട്ടൻ സ്റ്റേജ് ഓഫ് റവല്യൂഷൻ എന്ന് ദണ്ഡി മാർച്ചിനെ വിശേഷിപ്പിച്ചത് ബ്രിട്ടീഷ് മാധ്യമങ്ങളാണ്. വിപ്ലവങ്ങളുടെ കളിത്തൊട്ടിൽ അല്ലെങ്കിൽ ശൈശവ ദശ എന്ന് കിൻഡർഗാർട്ടൻ സ്റ്റേജ് ഓഫ് റവല്യൂഷൻ എന്ന് ദണ്ഡി മാർച്ചിനെ വിശേഷിപ്പിച്ചത് ബ്രിട്ടീഷ് മാധ്യമങ്ങളാണ്. ദ വൈസ്രോയി ലോർഡ് ഇർവിൻ ഡിസ്ക്രൈബ്ഡ് ഇറ്റ് ആസ് എ സ്റ്റോം ഇൻ എ ടീ കപ്പ്. ചായക്കോപ്പയിലെ കൊടുങ്കാറ്റെന്ന് ദണ്ഡി മാർച്ചിനെ വിശേഷിപ്പിച്ചത് അന്നത്തെ വൈസ്രോയി ആയിരുന്ന ലോർഡ് ഇർവിൻ. ചായക്കോപ്പയിലെ കൊടുങ്കാറ്റെന്ന് ദണ്ഡി മാർച്ചിനെ വിശേഷിപ്പിച്ചത് അന്നത്തെ വൈസ്രോയി ആയിരുന്ന ഇർവിൻ പ്രഭു. മോട്ടിലാൽ നെഹ്റു കമ്പയർഡ് ദണ്ഡി മാർച്ച് വിത്ത് രാമചന്ദ്രാസ് മാർച്ച് ടു ലങ്ക. ശ്രീരാമന്റെ ലങ്കയിലേക്കുള്ള യാത്രയുമായിട്ട് ദണ്ഡി മാർച്ചിനെ താരതമ്യം ചെയ്തത് മോത്തിലാൽ നെഹ്റു. ശ്രീരാമന്റെ ലങ്കയിലേക്കുള്ള യാത്രയുമായിട്ട് ദണ്ഡി മാർച്ചിനെ കമ്പയർ ചെയ്തത് അല്ലെങ്കിൽ താരതമ്യം ചെയ്തത് മോട്ടിലാൽ നെഹ്റു. സുഭാഷ് ചന്ദ്രബോസ് കമ്പയർഡ് ഇറ്റ് വിത്ത് നെപ്പോളിയൻസ് മാർച്ച് ടു പാരീസ് ഫ്രം എൽബ. എൽബയിൽ നിന്നും നെപ്പോളിയന്റെ പാരീസിലേക്കുള്ള മടക്കവുമായിട്ട് ദണ്ഡി മാർച്ചിനെ താരതമ്യം ചെയ്തത് സുഭാഷ് ചന്ദ്രബോസ്. എൽബയിൽ നിന്നും പാരീസിലേക്കുള്ള നെപ്പോളിയന്റെ യാത്രയുമായിട്ട് ദണ്ഡി മാർച്ചിനെ താരതമ്യം ചെയ്തത് സുഭാഷ് ചന്ദ്രബോസ്. PC Roy described it as the exodus of Israelites under Moses. മോസസിന്റെ നേതൃത്വത്തില് ജൂതന്മാർ നടത്തിയ പ്രയാണവുമായിട്ട് ദണ്ഡി മാർച്ചിനെ താരതമ്യം ചെയ്തത് PC റോയി ആണ്. മോസസിന്റെ കീഴില് ജൂതന്മാർ നടത്തിയ പ്രയാണവുമായിട്ട് ദണ്ഡി മാർച്ചിനെ കമ്പയർ ചെയ്തത് PC റോയി ആണ്. ഇപ്പോ സിവിൽ ഡിസൊബീഡിയൻസ് മൂവ്മെന്റ് വർഷം 1930 ഇന്ത്യയില് മാസ് ബേസ്ഡ് ആയിട്ടുള്ള പൊളിറ്റിക്കൽ മൂവ്മെന്റ് പൊതുജന പങ്കാളിത്തത്തോടു കൂടി നടത്തിയ ഗാന്ധിജിയുടെ നേതൃത്വത്തിൽ നടത്തിയ ഇന്ത്യയിലെ രണ്ടാമത്തെ പ്രക്ഷോഭമാണ്. ഇനി സിവിൽ ഡിസൊബീഡിയൻസ് മൂവ്മെന്റ് ആരംഭിക്കാൻ തീരുമാനിച്ച INC സെഷൻ 1929 ലാഹോർ സെഷൻ. സിവിൽ ഡിസൊബീഡിയൻസ് മൂവ്മെന്റ് തുടങ്ങുന്നത് ഗാന്ധിജിയുടെ ദണ്ഡി മാർച്ചോടുകൂടിയാണ്. സിവിൽ ഡിസൊബീഡിയൻസ് മൂവ്മെന്റിനെ പറ്റി ഗാന്ധിജി അന്നത്തെ വൈസ്രോയി ആയിരുന്ന ഇർവിൻ പ്രഭുവിനെ അറിയിക്കുന്നത് 1930 മാർച്ച് 2-നാണ്. ദണ്ഡി മാർച്ചിൽ ഗാന്ധിജിയോടൊപ്പം പങ്കെടുത്തത് 78 സത്യാഗ്രഹികളാണ്. അത് ദണ്ഡി യാത്ര നടന്നത് സബർമതി ആശ്രമം മുതൽ ഗുജറാത്തിലെ നവസാരിക്കടുത്തുള്ള ഒരു തീരദേശ ഗ്രാമമായ ദണ്ഡി വരെയാണ്. ആകെ ദൂരം 385 കിലോമീറ്റർ അല്ലെങ്കിൽ 240 മൈലാണ്. ദണ്ഡി യാത്രയിൽ പങ്കെടുത്ത മലയാളികളാണ് C. കൃഷ്ണൻ നായർ, ടൈറ്റസ്, രാഘവ് പൊതുവാള്, ശങ്കർജി, തപൻ നായർ. ദണ്ഡി യാത്ര ആരംഭിക്കുന്നത് 1930 മാർച്ച് 12-നാണ്. ദണ്ഡി യാത്ര ദണ്ഡിയിൽ എത്തിച്ചേരുന്നത് 1930 ഏപ്രിൽ 5-നാണ്. ദണ്ഡി യാത്രയിലുടനീളം സത്യാഗ്രഹികൾ ആലപിച്ച ഗാനം രഘുപതി രാഘവ രാജാറാം. അത് കമ്പോസ് ചെയ്തത് വിഷ്ണു ദിഗംബർ പുലിസ്തർ. ഗാന്ധിജി ഉപ്പ് നിയമം ലംഘിച്ചത് 1930 ഏപ്രിൽ 6-ന്. ഇനി ഉപ്പ് സത്യാഗ്രഹവുമായി ബന്ധപ്പെട്ട സാൾട്ട് ലോ അല്ലെങ്കിൽ സാൾട്ട് ടാക്സ്, ഉപ്പ് നികുതി അല്ലെങ്കിൽ ഉപ്പ് നിയമം ബ്രിട്ടീഷുകാർ ഇന്ത്യയിൽ ചുമത്തിയ വർഷം 1882. ഉപ്പ് സത്യാഗ്രഹവുമായി ബന്ധപ്പെട്ട് ആദ്യമായി അറസ്റ്റിലായ വ്യക്തി സർദാർ വല്ലഭായ് പട്ടേൽ. ഗാന്ധിജി അറസ്റ്റിലായത് 1930 മെയ് 4-ന്. അദ്ദേഹത്തെ ജയിലിലാക്കിയത് യർവാഡ ജയിലിലാണ്. ഇനി ഗാന്ധിജിയുടെ അറസ്റ്റിന് ശേഷം സത്യാഗ്രഹത്തിന് നേതൃത്വം കൊടുത്ത വ്യക്തി അബ്ബാസ് തിയാബ്ജിയാണ്. ഈ സത്യാഗ്രഹവുമായി ബന്ധപ്പെട്ട് നടന്ന മറ്റൊരു സത്യാഗ്രഹമാണ് ദർശന സത്യാഗ്രഹം. അതിന് നേതൃത്വം കൊടുത്തത് സരോജിനി നായിഡു ആണ്. അതിന്റെ തീയതി 1930 മെയ് 21-നാണ്. വൈറ്റ് ഫ്ലോയിങ് റിവർ എന്നറിയപ്പെടുന്നതും ദണ്ഡി മാർച്ച് തന്നെയാണ്.
1931 ഗാന്ധി ഇർവിൻ ഉടമ്പടി പ്രകാരം താൽക്കാലികമായിട്ട് ഗാന്ധിജി സിവിൽ ഡിസോബീഡിയൻസ് മൂവ്മെന്റ് നിർത്തിവെക്കാൻ തീരുമാനിക്കുന്നു. സിവിൽ ഡിസോബീഡിയൻസ് മൂവ്മെന്റ് അവസാനിപ്പിക്കാൻ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് തീരുമാനിച്ച വർഷം 1934. കേരളത്തില് കോഴിക്കോട് നിന്നും പയ്യന്നൂരിലേക്ക് ഉപ്പു സത്യാഗ്രഹ ജാഥ നയിച്ചത് കെ കേളപ്പൻ. പാലക്കാട് ശബരി ആശ്രമത്തിൽ നിന്നും പയ്യന്നൂരിലേക്ക് സത്യാഗ്രഹം നയിച്ചത് ടി.ആർ. കൃഷ്ണസ്വാമി അയ്യര്. ഇനി ബേപ്പൂരിൽ ഉപ്പു സത്യാഗ്രഹത്തിന് നേതൃത്വം കൊടുത്ത വ്യക്തി മുഹമ്മദ് അബ്ദുൾ റഹ്മാന്. ഒറീസയിൽ ഉപ്പു സത്യാഗ്രഹത്തിന് നേതൃത്വം കൊടുത്ത വ്യക്തിയാണ് ഗോപബന്ധു ചൌധരി. തെണ്ടി മാർച്ച് ആരംഭിക്കുന്നതിന് മുമ്പ് ഗാന്ധിജി പറഞ്ഞത് എയ്തർ ഐ ഷാൾ റിട്ടേൺ വിത്ത് വാട്ട് ഐ വാണ്ട് ഓർ മൈ ഡെഡ് ബോഡി വിൽ ഫ്ലോട്ട് ഇൻ ദ ഓഷ്യൻ. ഇനി അതിനെപ്പറ്റി ജവഹർലാൽ നെഹ്റു പറഞ്ഞത് സാൾട്ട് സഡൻലി ബിക്കെയിം എ മിസ്റ്റീരിയസ് വേർഡ്, എ വേർഡ് ഓഫ് പവർ എന്നാണ്. ഇനി ഗാന്ധിയുടെ ദണ്ഡി മാർച്ചിനെ കിൻഡർ ഗാർട്ടൻ സ്റ്റേജ് ഓഫ് റവല്യൂഷൻ എന്ന് വിശേഷിപ്പിച്ചത് ബ്രിട്ടീഷ് മാധ്യമങ്ങളാണ്. എ സ്റ്റോം ഇൻ എ ടീക്കപ്പ് എന്ന് വിശേഷിപ്പിച്ചത് ഇർവിൻ പ്രഭുവാണ്. ശ്രീരാമന്റെ ലങ്കായാത്രയുമായി താരതമ്യം ചെയ്തത് മോട്ടിലാൽ നെഹ്റുവാണ്. നെപ്പോളിയന്റെ എൽബയിൽ നിന്നും പാരീസിലേക്കുള്ള യാത്രയുമായിട്ട് കമ്പയർ ചെയ്തത് സുഭാഷ് ചന്ദ്രബോസാണ്. മോസസിന്റെ കീഴിലുള്ള ജൂതരുടെ പ്രയാണവുമായിട്ട് കമ്പയർ ചെയ്തത് പി.സി. റോയി ആണ്. നെക്സ്റ്റ് വൺ ഈസ് ഫസ്റ്റ് റൗണ്ട് ടേബിൾ കോൺഫറൻസ് 1930. ഒന്നാം വട്ടമേശ സമ്മേളനം 1930. The British government organized the first round table conference in London to discuss the Simon Commission report. ഒന്നാം വട്ടമേശ സമ്മേളനം വർഷം 1930. ഒന്നാം വട്ടമേശ സമ്മേളനം വർഷം 1930. ഒന്നാം വട്ടമേശ സമ്മേളനം ബ്രിട്ടീഷ് ഗവൺമെന്റ് വിളിച്ചു ചേർക്കാനുള്ള കാരണം സൈമൺ കമ്മീഷൻ റിപ്പോർട്ടാണ്. സൈമൺ കമ്മീഷൻ റിപ്പോർട്ട് ചർച്ച ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ലണ്ടനിൽ ബ്രിട്ടീഷ് സർക്കാർ വിളിച്ചു ചേർത്തതാണ് 1930 ഒന്നാം വട്ടമേശ സമ്മേളനം. ഫസ്റ്റ് റൗണ്ട് ടേബിൾ കോൺഫറൻസ് ഹെൽഡ് ബിറ്റ്വീൻ 12th November 1930 ആൻഡ് 19th January 1931. 1930 നവംബർ 12നും 1931 ജനുവരി 19നും ഇടയിലാണ് ഒന്നാം വട്ടമേശ സമ്മേളനം നടന്നത്. 1930 നവംബർ 12നും 1931 ജനുവരി 19നും ഇടയിലാണ് ഒന്നാം വട്ടമേശ സമ്മേളനം നടന്നത്. The first round table conference was inaugurated by King George V. ഒന്നാം വട്ടമേശ സമ്മേളനം ഔദ്യോഗികമായിട്ട് ഉദ്ഘാടനം ചെയ്തത് ജോർജ് അഞ്ചാമൻ രാജാവാണ്. ബ്രിട്ടീഷ് രാജാവായിരുന്ന ജോർജ് അഞ്ചാമനാണ് ഒന്നാം വട്ടമേശ സമ്മേളനം ഔദ്യോഗികമായിട്ട് ഉദ്ഘാടനം ചെയ്തത്. The viceroy at the time of first round table conference was Lord Irwin. ഒന്നാം വട്ടമേശ സമ്മേളന സമയത്തെ ഇന്ത്യയുടെ വൈസ്രോയി ആയിരുന്നു ഇർവിൻ. ഒന്നാം വട്ടമേശ സമ്മേളന സമയത്തെ ഇന്ത്യൻ വൈസ്രോയി ആയിരുന്നു ഇർവിൻ. The main leaders represent India in the first round table conference were Tej Bahadur Sapru, B.R. Ambedkar and Muhammad Ali Jinnah. ഒന്നാം വട്ടമേശ സമ്മേളനത്തിൽ പങ്കെടുത്ത ഇന്ത്യയിൽ നിന്നുള്ള പ്രമുഖരായിട്ടുള്ള നേതാക്കളായിരുന്നു തേജ് ബഹാദൂർ സപ്രു, B.R. അംബേദ്കർ, മുഹമ്മദ് അലി ജിന്ന. ഒന്നാം വട്ടമേശ സമ്മേളനത്തിൽ പങ്കെടുത്ത ഇന്ത്യയിൽ നിന്നുള്ള പ്രശസ്തരായ വ്യക്തികളാണ് തേജ് ബഹാദൂർ സപ്രു, B.R. അംബേദ്കർ, മുഹമ്മദ് അലി ജിന്ന. തേജ് ബഹാദൂർ സപ്രു ഡിമാൻഡഡ് ആൻ ഓൾ ഇന്ത്യ ഫെഡറേഷൻ. ഒന്നാം വട്ടമേശ സമ്മേളനത്തിൽ ഓൾ ഇന്ത്യ ഫെഡറേഷൻ എന്ന ആവശ്യം മുന്നോട്ട് വെച്ച വ്യക്തിയാണ് തേജ് ബഹാദൂർ സപ്രു. ഒന്നാം വട്ടമേശ സമ്മേളനത്തിൽ ഓൾ ഇന്ത്യ ഫെഡറേഷൻ എന്ന ആവശ്യം മുന്നോട്ട് വെച്ച വ്യക്തിയാണ് തേജ് ബഹാദൂർ സപ്രു. B.R. അംബേദ്കർ റെപ്രസെന്റ് ദ ഡിപ്രസ്ഡ് ക്ലാസ് ഇൻ ദ ഫസ്റ്റ് റൗണ്ട് ടേബിൾ കോൺഫറൻസ്. ഒന്നാം വട്ടമേശ സമ്മേളനത്തിൽ അധസ്ഥിതര് അല്ലെങ്കിൽ ഡിപ്രസ്ഡ് ക്ലാസിനെ റെപ്രസെന്റ് ചെയ്ത വ്യക്തിയാണ് B.R. അംബേദ്കർ. ഡിപ്രസ്ഡ് ക്ലാസ് അല്ലെങ്കിൽ അധസ്ഥിത വിഭാഗക്കാരെ പ്രതിനിധീകരിച്ച് അല്ലെങ്കിൽ റെപ്രസെന്റ് ചെയ്ത് ഒന്നാം വട്ടമേശ സമ്മേളനത്തിലെത്തിയ വ്യക്തിയാണ് B.R. അംബേദ്കർ. The total number of delegates in the first round table conference were 89. ഒന്നാം വട്ടമേശ സമ്മേളനത്തിലെ ആകെ പ്രതിനിധികളുടെ എണ്ണം 89.
ഒന്നാം വട്ടമേശ സമ്മേളനത്തിലെ ആകെ പ്രതിനിധികളുടെ എണ്ണം 89. അപ്പോ ഒന്നാം വട്ടമേശ സമ്മേളനം വർഷം 1930. സൈമൺ കമ്മീഷൻ റിപ്പോർട്ട് ചർച്ച ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ബ്രിട്ടീഷ് സർക്കാർ ലണ്ടനിലാണ് ഒന്നാം വട്ടമേശ സമ്മേളനം വിളിച്ചു ചേർത്തത്. ഒന്നാം വട്ടമേശ സമ്മേളനം നടന്നത് 1930 നവംബർ 12നും 1931 ജനുവരി 19നും ഇടയിലാണ്. ഒന്നാം വട്ടമേശ സമ്മേളനം ഔദ്യോഗികമായിട്ട് ഇനാഗ്രേറ്റ് ചെയ്തത് അന്നത്തെ രാജാവായിരുന്ന ജോർജ് അഞ്ചാമനാണ്. ഒന്നാം വട്ടമേശ സമ്മേളന സമയത്തെ ഇന്ത്യൻ വൈസ്രോയി ഇർവിനാണ്. ഒന്നാം വട്ടമേശ സമ്മേളനത്തിൽ പങ്കെടുത്ത പ്രശസ്തരായിട്ടുള്ള ഇന്ത്യൻ നേതാക്കളാണ് തേജ് ബഹാദൂർ സപ്രു, BR അംബേദ്കർ, മുഹമ്മദ് അലി ജിന്ന. ഒരു ഓൾ ഇന്ത്യ ഫെഡറേഷനെ പറ്റി ഒന്നാം വട്ടമേശ സമ്മേളനത്തിൽ ആവശ്യമുന്നയിച്ചത് തേജ് ബഹാദൂർ സപ്രു ആണ്. ഡിപ്രസ്ഡ് ക്ലാസ് അല്ലെങ്കിൽ അധസ്ഥിത വിഭാഗക്കാർക്ക് വേണ്ടി ഒന്നാം വട്ടമേശ സമ്മേളനത്തിൽ എത്തിയ വ്യക്തിയാണ് BR അംബേദ്കർ. ഒന്നാം വട്ടമേശ സമ്മേളനത്തിൽ പങ്കെടുത്ത ആകെ വ്യക്തികളുടെ അല്ലെങ്കിൽ പ്രതിനിധികളുടെ എണ്ണം 89. നെക്സ്റ്റ് വൺ ഈസ് ഗാന്ധി ഇർവിൻ പാക്ട് ഇൻ 1931. അടുത്തത് ഗാന്ധി ഇർവിൻ ഉടമ്പടി വർഷം 1931. ഗാന്ധി ഇർവിൻ പാക്ട് അല്ലെങ്കിൽ ഗാന്ധി ഇർവിൻ ഉടമ്പടി വർഷം 1931. ഇറ്റ് ഈസ് ആൾസോ നോൺ ആസ് ഡൽഹി പാക്ട്. ഡൽഹി പാക്ട് അല്ലെങ്കിൽ ഡൽഹി ഉടമ്പടി എന്നറിയപ്പെടുന്ന ഉടമ്പടിയാണ് ഗാന്ധി ഇർവിൻ പാക്ട് വർഷം 1931. ഡൽഹി പാക്ട് അല്ലെങ്കിൽ ഡൽഹി ഉടമ്പടി എന്നറിയപ്പെടുന്ന ഉടമ്പടിയാണ് ഗാന്ധി ഇർവിൻ പാക്ട് 1931. ഗാന്ധി ഇർവിൻ പാക്ട് സൈൻഡ് ബൈ ഗാന്ധിജി ആൻഡ് ദ വൈസ്രോയി ലോർഡ് ഇർവിൻ ഓൺ 5th മാർച്ച് 1931. 1931 മാർച്ച് 5-ന് ഗാന്ധിജിയും അന്നത്തെ വൈസ്രോയി ആയിരുന്ന ഇർവിനും ഒപ്പുവെച്ച ഉടമ്പടിയാണ് ഗാന്ധി ഇർവിൻ ഉടമ്പടി. അപ്പൊ ഗാന്ധി ഇർവിൻ ഉടമ്പടിയിൽ ഒപ്പുവെച്ചത് ഗാന്ധിജിയും അന്നത്തെ വൈസ്രോയി ആയിരുന്ന ഇർവിൻ പ്രഭുവുമാണ്. തീയതി 1931 മാർച്ച് 5. The result of this pact was Gandhiji decided to suspend the civil disobedience movement and attend the second roundtable conference to represent INC. ഗാന്ധി ഇർവിൻ ഉടമ്പടിയുടെ ഫലമായിട്ട് ഗാന്ധിജി സിവിൽ ഡിസോബീഡിയൻസ് മൂവ്മെന്റ് താൽക്കാലികമായിട്ട് നിർത്തിവെക്കാൻ തീരുമാനിക്കുന്നു. കൂടാതെ INCയെ പ്രതിനിധീകരിച്ച് രണ്ടാം വട്ടമേശ സമ്മേളനത്തിൽ പങ്കെടുക്കാനും തീരുമാനിക്കുന്നു. ഗാന്ധി ഇർവിൻ ഉടമ്പടിയെ തുടർന്ന് ഗാന്ധിജി സിവിൽ ഡിസോബീഡിയൻസ് മൂവ്മെന്റ് താൽക്കാലികമായി നിർത്തിവെക്കാനും രണ്ടാം വട്ടമേശ സമ്മേളനത്തിൽ INCയെ പ്രതിനിധീകരിച്ച് പങ്കെടുക്കാനും തീരുമാനിക്കുന്നു. അപ്പോ ഗാന്ധി ഇർവിൻ പാക്ട് അല്ലെങ്കിൽ ഗാന്ധി ഇർവിൻ ഉടമ്പടി വർഷം 1931. അറിയപ്പെടുന്ന മറ്റൊരു പേര് ഡൽഹി പാക്ട്. ഡൽഹി പാക്ടിൽ ഗാന്ധിജിയും ഇർവിനും ഒപ്പുവെച്ചത് 1931 മാർച്ച് 5. ഗാന്ധി ഇർവിൻ ഉടമ്പടിയുടെ ഫലമായിട്ട് ഗാന്ധിജി സിവിൽ ഡിസോബീഡിയൻസ് മൂവ്മെന്റ് താൽക്കാലികമായിട്ട് സസ്പെൻഡ് ചെയ്യുന്നു. അതുകൂടാതെ INCയെ പ്രതിനിധീകരിച്ച് രണ്ടാം വട്ടമേശ സമ്മേളനത്തിൽ പങ്കെടുക്കുന്നു. നെക്സ്റ്റ് വൺ ഈസ് സെക്കൻഡ് റൗണ്ട് ടേബിൾ കോൺഫറൻസ് ഇൻ 1931. അടുത്തത് രണ്ടാം വട്ടമേശ സമ്മേളനം വർഷം 1931. രണ്ടാം വട്ടമേശ സമ്മേളനം വർഷം 1931. The second roundtable conference started in London between September 1931 and December 1931. 1931 സെപ്റ്റംബർ മാസത്തിനും ഡിസംബർ മാസത്തിനും ഇടയിലായിട്ട് ലണ്ടനിൽ ആരംഭിച്ചതാണ് രണ്ടാം വട്ടമേശ സമ്മേളനം. ഇപ്പോൾ രണ്ടാം വട്ടമേശ സമ്മേളനത്തിന്റെ വർഷം 1931. നടന്നത് 1931 സെപ്റ്റംബർ മാസം മുതൽ 1931 ഡിസംബർ മാസം വരെ. 1931 സെപ്റ്റംബർ മാസം മുതൽ 1931 ഡിസംബർ മാസം വരെയാണ് രണ്ടാം വട്ടമേശ സമ്മേളനം ലണ്ടനിൽ നടന്നത്. സെക്കൻഡ് റൗണ്ട് ടേബിൾ കോൺഫറൻസ് വാസ് ദ ഓൺലി റൗണ്ട് ടേബിൾ കോൺഫറൻസ് അറ്റൻഡഡ് ബൈ ഗാന്ധിജി. ഗാന്ധിജി പങ്കെടുത്ത ഒരേ ഒരു വട്ടമേശ സമ്മേളനമാണ് രണ്ടാം വട്ടമേശ സമ്മേളനം. ഗാന്ധിജി പങ്കെടുത്ത ഒരേ ഒരു വട്ടമേശ സമ്മേളനമാണ് രണ്ടാം വട്ടമേശ സമ്മേളനം. The solo official representative of INC in the second roundtable conference was Gandhiji.
രണ്ടാം വട്ടമേശ സമ്മേളനത്തില് INCയെ പ്രതിനിധീകരിച്ച ഏക ഔദ്യോഗിക പ്രതിനിധിയാണ് ഗാന്ധിജി. രണ്ടാം വട്ടമേശ സമ്മേളനത്തിലെ INCയുടെ ഒരേ ഒരു പ്രതിനിധിയും INCയുടെ ഒഫീഷ്യല് അല്ലെങ്കിൽ ഔദ്യോഗിക പ്രതിനിധിയും ഗാന്ധിജി ആയിരുന്നു. രണ്ടാം വട്ടമേശ സമ്മേളനത്തിൽ INCയുടെ ഒഫീഷ്യൽ റെപ്രസെന്റേറ്റീവും സോളോ റെപ്രസെന്റേറ്റീവും ഗാന്ധിജി തന്നെയായിരുന്നു. അംബേദ്കർ റെപ്രസെന്റ് ദ ഡിപ്രസ്ഡ് ക്ലാസ്. രണ്ടാം വട്ടമേശ സമ്മേളനത്തിൽ ഡിപ്രസ്ഡ് ക്ലാസ് അല്ലെങ്കിൽ അധസ്ഥിത വിഭാഗക്കാർക്ക് വേണ്ടിയിട്ട് റെപ്രസെന്റ് ചെയ്തത് അംബേദ്കർ. രണ്ടാം വട്ടമേശ സമ്മേളനത്തിൽ ഡിപ്രസ്ഡ് ക്ലാസ് അല്ലെങ്കിൽ അധസ്ഥിത വിഭാഗക്കാർക്ക് വേണ്ടി റെപ്രസെന്റ് ചെയ്തത് അംബേദ്കർ. The Viceroy at the time of the second roundtable conference was Lord Wellington. രണ്ടാം വട്ടമേശ സമ്മേളന സമയത്തെ ഇന്ത്യൻ വൈസ്രോയി ആയിരുന്നു ലോർഡ് വെല്ലിംഗ്ടൺ. രണ്ടാം വട്ടമേശ സമ്മേളന സമയത്തെ ഇന്ത്യൻ വൈസ്രോയി ആയിരുന്നു ലോർഡ് വെല്ലിംഗ്ടൺ. The leaders accompanied Gandhiji in the second roundtable conference were രംഗസ്വാമി അയ്യർ, മദൻ മോഹൻ മാളവ്യ. രണ്ടാം വട്ടമേശ സമ്മേളനത്തിലെ ഗാന്ധിജിയോടൊപ്പം പോയ പ്രമുഖരായിട്ടുള്ള നേതാക്കളാണ് രംഗസ്വാമി അയ്യരും മദൻ മോഹൻ മാളവ്യയും. രണ്ടാം വട്ടമേശ സമ്മേളനത്തിൽ ഗാന്ധിജിയോടൊപ്പം പോയ മറ്റു പ്രശസ്തരായിട്ടുള്ള നേതാക്കളാണ് രംഗസ്വാമി അയ്യരും മദൻ മോഹൻ മാളവ്യയും. മദൻ മോഹൻ മാളവ്യ വാസ് ദ അഡ്വൈസർ ഓഫ് ഗാന്ധിജി ഇൻ ദ സെക്കൻഡ് റൗണ്ട് ടേബിൾ കോൺഫറൻസ്. രണ്ടാം വട്ടമേശ സമ്മേളനത്തിലെ ഗാന്ധിജിയുടെ അഡ്വൈസർ അല്ലെങ്കിൽ ഉപദേശകനായിരുന്നു മദൻ മോഹൻ മാളവ്യ. രണ്ടാം വട്ടമേശ സമ്മേളനത്തിൽ ഗാന്ധിജിയുടെ അഡ്വൈസർ അല്ലെങ്കിൽ ഉപദേശകനായിരുന്നു മദൻ മോഹൻ മാളവ്യ. സരോജിനി നായിഡു റെപ്രസെന്റ് ദ വുമൺ വിംഗ് ഓഫ് INC ആൻഡ് മദൻ മോഹൻ മാളവ്യ റെപ്രസെന്റ് ഹിന്ദു മഹാസഭ. രണ്ടാം വട്ടമേശ സമ്മേളനത്തിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിലെ വനിതകളെ പ്രതിനിധീകരിച്ചെത്തിയത് സരോജിനി നായിഡു ആണ്. ഹിന്ദു മഹാസഭയെ പ്രതിനിധീകരിച്ചെത്തിയത് മദൻ മോഹൻ മാളവ്യ. രണ്ടാം വട്ടമേശ സമ്മേളനത്തിൽ INC അല്ലെങ്കിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ വനിതകളെ പ്രതിനിധീകരിച്ചെത്തിയത് സരോജിനി നായിഡു. ഹിന്ദു മഹാസഭയെ പ്രതിനിധീകരിച്ചെത്തിയ വ്യക്തി മദൻ മോഹൻ മാളവ്യ. The total number of delegates in the second roundtable conference was 107. രണ്ടാം വട്ടമേശ സമ്മേളനത്തിൽ പങ്കെടുത്ത ആകെ പ്രതിനിധികളുടെ എണ്ണം 107. രണ്ടാം വട്ടമേശ സമ്മേളനത്തിൽ പങ്കെടുത്ത ആകെ പ്രതിനിധികളുടെ എണ്ണം 107. Failure of the second roundtable conference resulted in the restart of the civil disobedience movement in 3rd January 1932. രണ്ടാം വട്ടമേശ സമ്മേളനത്തിന്റെ പരാജയത്തെ തുടർന്ന് ഇന്ത്യയില് സിവിൽ ഡിസോബീഡിയൻസ് മൂവ്മെന്റ് പുനരാരംഭിച്ച ദിവസമാണ് 1932 ജാനുവരി 3. രണ്ടാം വട്ടമേശ സമ്മേളനത്തിന്റെ പരാജയത്തെ തുടർന്ന് ഇന്ത്യയിൽ സിവിൽ ഡിസോബീഡിയൻസ് മൂവ്മെന്റ് പുനരാരംഭിച്ച ദിവസമാണ് 1932 ജനുവരി 3. അപ്പോ രണ്ടാം വട്ടമേശ സമ്മേളനം വർഷം 1931 നടന്നത് ലണ്ടനില് 1931 സെപ്റ്റംബർ മുതൽ 1931 ഡിസംബർ വരെ. ഗാന്ധിജി പങ്കെടുത്ത ഒരേയൊരു വട്ടമേശ സമ്മേളനം INCയുടെ ഒഫീഷ്യൽ റെപ്രസെന്റേറ്റീവും സോൾ റെപ്രസെന്റേറ്റീവും ഗാന്ധിജി തന്നെയായിരുന്നു. ഡിപ്രസ്ഡ് ക്ലാസ് അല്ലെങ്കിൽ അധസ്ഥിത വിഭാഗക്കാരെ പ്രതിനിധീകരിച്ചത് അംബേദ്കർ ആണ്. രണ്ടാം വട്ടമേശ സമ്മേളനത്തെ ഇന്ത്യയിലെ വൈസ്രോയി ലോർഡ് വെല്ലിംഗ്ടൺ ആണ്. ഗാന്ധിജിയോടൊപ്പം രണ്ടാം വട്ടമേശ സമ്മേളനത്തിലെത്തിയ മറ്റു പ്രമുഖ വ്യക്തിത്വങ്ങളാണ് രംഗസ്വാമി അയ്യരും മദൻ മോഹൻ മാളവ്യയും. രണ്ടാം വട്ടമേശ സമ്മേളനത്തിലെ ഗാന്ധിജിയുടെ അഡ്വൈസർ അല്ലെങ്കിൽ ഉപദേശകനായിരുന്നു മദൻ മോഹൻ മാളവ്യ. രണ്ടാം വട്ടമേശ സമ്മേളനത്തിൽ INCയുടെ വനിതാ വിഭാഗത്തിനെ പ്രതിനിധീകരിച്ചത് സരോജിനി നായിഡു ആണ്. ഹിന്ദു മഹാസഭയെ പ്രതിനിധീകരിച്ചത് മദൻ മോഹൻ മാളവ്യാണ്. രണ്ടാം വട്ടമേശ സമ്മേളനത്തിൽ പങ്കെടുത്ത ആകെ പ്രതിനിധികളുടെ എണ്ണം 107. രണ്ടാം വട്ടമേശ സമ്മേളനത്തിന്റെ പരാജയത്തെ തുടർന്ന് ഇന്ത്യയിൽ സിവിൽ ഡിസോബീഡിയൻസ് മൂവ്മെന്റ് പുനരാരംഭിച്ചത് 1932 ജാനുവരി 3. അത്രയാണ് രണ്ടാം വട്ടമേശ സമ്മേളനം. നെക്സ്റ്റ് വൺ ഈസ് ദ തേർഡ് റൗണ്ട് ടേബിൾ കോൺഫറൻസ് ഇൻ 1932. അടുത്തത് മൂന്നാം വട്ടമേശ സമ്മേളനം, തേർഡ് റൗണ്ട് ടേബിൾ കോൺഫറൻസ്, വർഷം 1932. മൂന്നാം വട്ടമേശ സമ്മേളനം വർഷം
1932. The third roundtable conference held from November 17 to December 24, 1932. 1932 ഡിസംബർ 24 വരെ, 1932 നവംബർ 17 മുതൽ ഡിസംബർ 24 വരെ നടന്നതാണ് മൂന്നാം വട്ടമേശ സമ്മേളനം. 1932 നവംബർ 17 മുതൽ 1932 ഡിസംബർ 24 വരെ ലണ്ടനിൽ നടന്നതാണ് മൂന്നാം വട്ടമേശ സമ്മേളനം. The Labour Party representing Britain and INC representing India did not to participate in the third roundtable conference. ബ്രിട്ടന്റെ ഭാഗത്തു നിന്ന് ലേബർ പാർട്ടിയും ഇന്ത്യയുടെ ഭാഗത്തു നിന്ന് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസും പങ്കെടുക്കാത്ത വട്ടമേശ സമ്മേളനമാണ് മൂന്നാം വട്ടമേശ സമ്മേളനം. ബ്രിട്ടനിൽ നിന്നുള്ള ലേബർ പാർട്ടിയും ഇന്ത്യയിൽ നിന്നുള്ള ഇന്ത്യൻ നാഷണൽ കോൺഗ്രസും ബഹിഷ്കരിച്ച വട്ടമേശ സമ്മേളനമാണ് മൂന്നാം വട്ടമേശ സമ്മേളനം. The total number of delegates in the third roundtable conference was 46. മൂന്നാം വട്ടമേശ സമ്മേളനത്തിൽ പങ്കെടുത്ത ആകെ പ്രതിനിധികളുടെ എണ്ണം 46. മൂന്നാം വട്ടമേശ സമ്മേളനത്തിൽ പങ്കെടുത്ത ആകെ പ്രതിനിധികളുടെ എണ്ണം 46. Upon the agreement of the third roundtable conference, the British published a white paper in March 1933. മൂന്നാം വട്ടമേശ സമ്മേളനത്തിലെ ഉടമ്പടികളുടെ ഫലമായിട്ട് ബ്രിട്ടീഷുകാർ ഒരു വൈറ്റ് പേപ്പർ അല്ലെങ്കിൽ ധവളപത്രം പുറത്തിറക്കുന്ന വർഷം 1933 മാർച്ച്. 1933 മാർച്ചിലാണ് ബ്രിട്ടീഷുകാർ മൂന്നാം വട്ടമേശ സമ്മേളനത്തിലെ എഗ്രിമെന്റ്സ് അല്ലെങ്കിൽ ഉടമ്പടികളുടെ അടിസ്ഥാനത്തിൽ ഒരു ധവളപത്രം അല്ലെങ്കിൽ വൈറ്റ് പേപ്പർ പുറത്തിറക്കുന്നത്. വർഷം 1933. This white paper led to the formation of Government of India Act 1935. 1933 മാർച്ചിൽ ബ്രിട്ടീഷുകാർ പുറത്തിറക്കിയ ഈ ധവളപത്രമാണ് 1935 ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട് രൂപം കൊള്ളാൻ കാരണം. 1933 മാർച്ചിൽ ബ്രിട്ടീഷുകാർ പുറത്തിറക്കിയ ധവളപത്രത്തിന്റെ അടിസ്ഥാനത്തിലാണ് 1935 ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട് രൂപം കൊള്ളുന്നത്. The Indians participate in the all three roundtable conference where B.R. Ambedkar and Tej Bahadur Sapru. മൂന്ന് വട്ടമേശ സമ്മേളനങ്ങളിലും പങ്കെടുത്ത ഇന്ത്യക്കാരായ നേതാക്കന്മാരാണ് B.R. അംബേദ്കറും തേജ് ബഹാദൂർ സപ്രുവും. മൂന്ന് വട്ടമേശ സമ്മേളനത്തിലും പങ്കെടുത്ത ഇന്ത്യക്കാരായിട്ടുള്ള വ്യക്തിത്വങ്ങളാണ് B.R. അംബേദ്കറും തേജ് ബഹാദൂർ സപ്രുവും. The only woman who attended all the three roundtable conference were ബീഗം ജഗനാര ഷാനവാസ്. മൂന്ന് വട്ടമേശ സമ്മേളനങ്ങളിലും പങ്കെടുത്ത വനിതയാണ് ബീഗം ജഗനാര ഷാനവാസ്. മൂന്ന് വട്ടമേശ സമ്മേളനങ്ങളിൽ പങ്കെടുത്ത വനിതയാണ് ബീഗം ജഗനാര ഷാനവാസ്. All the three roundtable conference were chaired by British Prime Minister റാംസേ മക്ഡൊണാൾഡ്. മൂന്ന് വട്ടമേശ സമ്മേളനങ്ങളുടെയും ചെയർമാൻ എന്ന് പറയുന്നത് ബ്രിട്ടീഷ് പ്രധാനമന്ത്രിയായിരുന്ന റാംസേ മക്ഡൊണാൾഡ് ആയിരുന്നു. മൂന്ന് വട്ടമേശ സമ്മേളനങ്ങളെയും ചെയർമാൻ എന്ന് പറയുന്നത് അന്നത്തെ ബ്രിട്ടീഷ് പ്രധാനമന്ത്രിയായിരുന്ന റാംസേ മക്ഡൊണാൾഡ് ആയിരുന്നു. വൈസ്രോയ് അറ്റ് ദ ടൈം ഓഫ് ദ തേർഡ് റൗണ്ട് ടേബിൾ കോൺഫറൻസ് വാസ് ഓൾസോ ലോർഡ് വെല്ലിംഗ്ടൺ. മൂന്നാം വട്ടമേശ സമ്മേളന സമയത്തെ ഇന്ത്യയുടെ വൈസ്രോയിയും ലോർഡ് വെല്ലിംഗ്ടൺ തന്നെയാണ്. മൂന്നാം വട്ടമേശ സമ്മേളനത്തെ ഇന്ത്യയുടെ വൈസ്രോയി ലോർഡ് വെല്ലിംഗ്ടൺ. ഇപ്പൊ മൂന്നാം വട്ടമേശ സമ്മേളനം വർഷം 1932. മൂന്നാം വട്ടമേശ സമ്മേളനം നടന്നത് 1932 നവംബർ 17 മുതൽ 1932 ഡിസംബർ 24 വരെ ലണ്ടനില്. ഇനി മൂന്നാം വട്ടമേശ സമ്മേളനത്തിൽ പങ്കെടുക്കാത്ത പ്രധാനപ്പെട്ട പാർട്ടികൾ ഏതൊക്കെയാണ്? ബ്രിട്ടനിൽ നിന്നുള്ള ലേബർ പാർട്ടിയും ഇന്ത്യയിൽ നിന്നുള്ള ഇന്ത്യൻ നാഷണൽ കോൺഗ്രസും മൂന്നാം വട്ടമേശ സമ്മേളനത്തിൽ പങ്കെടുത്തില്ല. ഇനി മൂന്നാം വട്ടമേശ സമ്മേളനത്തിലെ ഉടമ്പടികൾ പ്രകാരം ബ്രിട്ടീഷുകാര് ഒരു വൈറ്റ് പേപ്പർ അല്ലെങ്കിൽ ധവളപത്രം പുറത്തിറക്കുന്നത് എന്നാണ്? മാർച്ച് 1933. ഇനി ഈ ധവളപത്രത്തിന്റെ അടിസ്ഥാനത്തിലാണ് എന്ത് ഫോം ചെയ്യുന്നത്? 1935 ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട് രൂപം കൊള്ളുന്നത്.
3 വട്ടമേശ സമ്മേളനങ്ങളിലും പങ്കെടുത്ത ഇന്ത്യക്കാരായിട്ടുള്ള നേതാക്കന്മാരാണ് BR അംബേദ്കറും തേജ് ബഹാദൂർ സപ്രുവും. 3 വട്ടമേശ സമ്മേളനങ്ങളിൽ പങ്കെടുത്ത വനിതയാണ് ബീഗം ജഗനാര ഷാനവാസ്. 3 വട്ടമേശ സമ്മേളനങ്ങളുടെയും ചെയർമാനായിരുന്നു ബ്രിട്ടീഷ് പ്രധാനമന്ത്രിയായിരുന്ന റാംസേ മക്ഡൊണാൾഡ്. 3ാമത്തെ വട്ടമേശ സമ്മേളന സമയത്ത് ഇന്ത്യയുടെ വൈസ്രോയി വെല്ലിംഗ്ടൺ. അത്രയാണ് തേർഡ് റൗണ്ട് ടേബിൾ കോൺഫറൻസ്. We will continue this in our next class. Thank you.